2026 ജൂൺ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. ജനിച്ചവരുടെ, അതായത് കന്നിക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് പറയുന്നത്. ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തം നക്ഷത്രവും ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും ചേർന്നതാണ് കന്നിക്കൂർ എന്ന് പറയുന്നത്. കടങ്ങൾ കുറച്ചെങ്കിലും തീർച്ചയായിട്ടും വീട്ടിൽ തീർക്കുവാൻ സാധിക്കും. ശത്രുക്കളുടെ ശല്യം കുറയും. രോഗങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം ശാന്തി ലഭിക്കും. ജീവിതത്തിൽ ആകെ ഒരു പുരോഗതി ലഭിക്കുന്ന ഒരു മാസമാണിത്. ബന്ധുജനങ്ങളുടെ വിരോധം മാറിക്കിട്ടുന്നു. എല്ലാവരും കൂടി യോജിക്കാൻ സാധിക്കുന്നു. വിദൂര സ്ഥലത്തേക്ക് പോകേണ്ടിയിരുന്ന യാത്ര, അത് വളരെ കഷ്ടമായിരുന്ന ആ യാത്ര ഒഴിവാക്കേണ്ടി വരുന്നു. മനോദുഃഖം മാറിക്കിട്ടുന്നു. കാര്യം നടക്കുന്ന എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും തടസ്സമുള്ളത് കംപ്ലീറ്റ് മാറിക്കിട്ടുന്നു. കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നു. മുറിവുകൾ, മറ്റു വ്രണങ്ങളെല്ലാം ഉണങ്ങി അത് സുഖം പ്രാപിക്കുന്നു. രക്തസംബന്ധമായ രോഗം ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്നു. മാനസിക വിചാരങ്ങളായ ഡിപ്രഷൻ മുതലായ ഉണ്ടെങ്കിലും അതും കുറവ് വരാം. അകാരണമായ ഭയം ഉണ്ടായിരുന്നത് മാറിക്കിട്ടുന്നു. 2/6/2026 ഗുരു സംക്രമണം മൂലം കണ്ടകശനി മാറിക്കിട്ടുന്നു. അതിൻ്റെ ദോഷങ്ങൾ വളരെ കുറയുന്നു. കണ്ടകശനി മാറിക്കിട്ടുന്നില്ല, പക്ഷേ അതിൻ്റെ ദോഷങ്ങൾ വളരെ കുറവായിട്ട് വരുന്നു. ഗുണഫലവും നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുപോലെ നാൽക്കാലി വളർത്തുന്നവർക്ക് അതിൽ നിന്ന് ലാഭം കിട്ടുന്നു. കൂട്ടുകച്ചവടം ചെയ്യുന്നവർക്കും നല്ല ലാഭം കിട്ടുന്നു. പുതിയ വാഹനം വാങ്ങുന്നതിനും അതുപോലെ തന്നെ പുതിയ വീട് വാങ്ങുകയോ പുതിയ വീട് നിർമ്മിച്ച് അതിൽ പാലുകാച്ചി താമസിക്കുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. മാതാപിതാക്കൾക്കുണ്ടാകുന്ന ശാരീരികയും മാനസികമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നു. കൃഷികൾക്ക്, അതായത് നെല്ല് പോലുള്ള കൃഷികൾക്ക് ധാരാളം ലാഭം കിട്ടുന്നു. ഏതെങ്കിലും വ്യാപാരമോ വ്യവസായമോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല ലാഭത്തിലേക്ക് ആയിത്തീരുന്നു. ഇതൊക്കെ തന്നെയും ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. മാനഹാനി വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പേര് ദോഷമുണ്ടാകാൻ കൂടി ഈ യോഗമുണ്ട്. ചിലരുടെ, അതായത് ചില ഉദ്യോഗസ്ഥരിൽ നിന്നും, അതായത് ചിലർക്ക് ഒരു സ്ഥാനക്കയറ്റം, ചിലർ ലീവ് എടുക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള വേക്കൻസികളിലോ പ്രൊമോഷൻ കിട്ടി പോകുമ്പോഴുള്ള വേക്കൻസിയിലേക്കുള്ള സ്ഥാനക്കയറ്റം അപ്പം നിങ്ങൾ തന്നെ കിട്ടും എന്നുള്ള അടുത്ത ചാൻസ് നിങ്ങൾക്കാണ്. അത് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം അവിടെ വരാനൊരു സാധ്യതയുണ്ട്. തടസ്സം വരാം. അപ്പോൾ ആ തടസ്സം നിങ്ങൾ കണ്ടുപിടിച്ച് മാറ്റണം. എന്നാലേ പറ്റൂ. ഒരു തടസ്സം വരാം. ഉദ്യോഗസ്ഥർ പ്രൊമോഷൻ കിട്ടുന്നതിലേക്ക് ഒരു തടസ്സം വരാം. നിങ്ങൾക്ക് അർഹതയുള്ളതാണ്, പക്ഷേ ഒരു തടസ്സം അവിടെ വരാം. ആ തടസ്സം നിങ്ങൾ കണ്ടുപിടിച്ച് മാറ്റേണ്ടതാണ്. ചില ആൾക്കാരുമായി കലഹം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് സൂക്ഷിക്കുക. ഇനി ഈ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ പ്രായത്തിനടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഉത്രം നക്ഷത്രക്കാർക്ക്, അതായത് ബാല്യകാലം കുറച്ച് അരിഷ്ടതകൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കഫക്കെട്ട്, ശ്വാസം മുട്ടൽ, പിന്നെ അതുപോലെ ചില വ്രണങ്ങളൊക്കെ വരുന്നതിനുള്ള സാധ്യത, ചിരങ്ങ് പോലുള്ള, കരപ്പൻ പോലുള്ളതൊക്കെ വരുന്നതിനൊരു സാധ്യത ഈ പ്രായത്തിൽ കാണുന്നുണ്ട്. 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, ഉത്തരനക്ഷത്രക്കാർക്ക് ഒരു പരിധിവരെ നല്ല സമയമാണ്. അതുപോലെ കുടുംബത്തിൽ ധനം വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. വസ്തുവകകൾ, വീട് അല്ലെങ്കിൽ പണമായിട്ടൊക്കെ കിട്ടുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ചെറിയ രീതിയിലെ അസുഖങ്ങൾ ഉണ്ടാകാം. അലർജി മൂലം അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ അങ്ങനെയൊക്കെ രോഗങ്ങൾ വരാം. പക്ഷേ ഇതൊക്കെയാണെങ്കിലും വിദ്യാഭ്യാസം മുടങ്ങാതെ പോകുന്നതിന് സാധിക്കുന്നു. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിൽ ചില ഉത്തര നക്ഷത്രക്കാർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. ചില രോഗങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. പഴി കേൾക്കേണ്ടതായിട്ട് വരാം. അതായത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമായതിനാൽ കൂട്ടുകൂടുന്നത് ആരൊക്കെയാണെന്ന് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ സമയം ഒരു കോടതി നടപടി കാണുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ല. അങ്ങനെ നിങ്ങൾ അശ്രദ്ധ കാണിക്കുകയാണെങ്കിൽ വിദ്യാതടസ്സം വരുന്നതിന് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ തർക്കങ്ങൾക്കും വഴക്കുകൾക്കും ഒന്നും പോകരുത്. നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം, ഈ കുട്ടി പറയുന്നത് ശരിയായിരിക്കാം, പക്ഷേ അത് മറ്റുള്ള ആൾക്കാരുമായിട്ട് പറഞ്ഞ് തർക്കിച്ച് വഴക്ക് പോകരുത്. പിന്നെ ചതിയും വഞ്ചനയെല്ലാം നടക്കേണ്ട ഒരു സാധ്യതയുണ്ട്. പല രീതിയിലും ചതി നടക്കാം. അത് വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എതിരാളികൾ ശക്തരാകേണ്ട ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ പോകണം. നിങ്ങൾക്ക് കുറച്ച് ശക്തി ഇല്ല എന്ന് വെച്ചാൽ ആരോഗ്യം ഇല്ല എന്നല്ല, നിങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള ശക്തി കുറവാണ്. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കുക. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു ധനനാശം കാണുന്നു. കാരണം വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അവർക്ക് നല്ല ഉയർന്ന വിദ്യാഭ്യാസം കിട്ടും. അതുമൂലം അവർക്ക് നല്ല തൊഴിൽ കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട്. നല്ല സാമ്പത്തിക ഭദ്രത വരാം.
ഇഷ്ടപ്പെട്ട ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കാം, സന്താന ഭാഗ്യം ഉണ്ടാകുന്നു, നല്ല സുഹൃത്തുക്കളെ ലഭിക്കാം. ഇതെല്ലാം ആണെങ്കിൽ തന്നെയും ധനനാശം കാണുന്നു. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയവും കൂടിയാണ്. ചില അലർജി, ത്വക്ക് രോഗങ്ങൾ പോലുള്ളവ വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അന്യനാട്ടിലേക്ക് പോയി താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച എല്ലാ ദുരിതങ്ങളും മാറുകയും വളരെ ഗുണഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ബുദ്ധിക്ക് സ്ഥിരത വരുന്നു. അതായത് ഈ സമയം നേർവഴിക്ക് ചിന്തിക്കും, നല്ലതും ചീത്തയും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കുന്നു. അതുകൊണ്ട് വളരെ നല്ലൊരു സമയമാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നിലനിൽക്കുന്ന ഒരു സമയമാണ്. മികച്ച തൊഴിൽ ലഭ്യമാകാം. നല്ല രീതിയിലുള്ള ഒരു തൊഴിൽ, നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഒരു തൊഴിൽ ലഭ്യമാകാം. മാത്രമല്ല ഇപ്പം നിലവിലുള്ള തൊഴിലിൽ ഒരു നല്ല പുരോഗതി ഉണ്ടാകാം, ഒരു പ്രൊമോഷൻ കിട്ടാം. അങ്ങനെ പല രീതിയിലും സാധ്യതയുണ്ട്. ചില രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യത ഒഴിച്ചാൽ വേറെ ഒന്നും ഇപ്പം കാണുന്നില്ല. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് വളരെ കരുതലോടെ ജീവിക്കേണ്ട ഒരു സമയമാണ്. അപമാനം, മാനഹാനി ഇവ വന്നേക്കാം. അതുകൊണ്ട് അത്തരം പ്രവൃത്തികളിൽ യാതൊരു കാരണവശാലും പങ്കാളിയാകാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാനഹാനി വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇതിൽ പല രീതിയിലും ചതിവ്, വഞ്ചന എന്നിവയിൽ കൂടി നിങ്ങളെ ഒരു ട്രാപ്പിലാക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നിങ്ങളോട് ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ഒരു മാനഹാനി പോലെയൊക്കെ ഒരു ഇതുണ്ടായിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ നിങ്ങളെ വിട്ടുപോകുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. വേറെ വിശ്വസ്തരായ ആരോടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ച് തീർക്കാമെന്ന് വിചാരിച്ചാൽ പോലും അവരെല്ലാം നിങ്ങളോടൊരു വിമുഖത കാണിക്കും. അങ്ങനെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുള്ളതിനാൽ ഈ സമയം ഒന്ന് കരുതിയിരിക്കുക. അത് വളരെ നല്ലതായിരിക്കും. അതുപോലെ പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ സത്യാവസ്ഥ ആൾക്കാർ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് നിലയും വിലയും എല്ലാം ലഭിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ സമയം നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ച് കഴിയുകയാണെങ്കിൽ, അഥവാ എന്തെങ്കിലും വന്നാൽ നിങ്ങൾ അലസത കാണിച്ച് വെറുതെ ഇരിക്കരുത്. നിങ്ങൾ അധ്വാനിക്കുക, നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുക. ചിലപ്പോൾ അന്യദേശത്തേക്ക് പോയി ജോലി നോക്കേണ്ടതായിട്ടും വന്നേക്കാം. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി എല്ലാം നടന്നു കിട്ടുന്ന ഒരു ഭാഗ്യമുള്ള ഒരു സമയമാണ്. അതുപോലെ ചില രോഗങ്ങൾ വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. എങ്കിലും അതിനൊക്കെ തക്കതായ ചികിത്സ ലഭിക്കുന്നതിനാൽ അതൊന്നും ഒരു പ്രശ്നമാകുന്നില്ല. ധനത്തിനും ധാന്യത്തിനൊന്നും ഒരു കുറവും വരുന്നില്ല. മനസ്സമാധാനവും ആരോഗ്യവും നിങ്ങൾക്ക് ലഭിക്കാം. മരണഭയം വന്നേക്കാം. മനസ്സിന് ദുഃഖം അലട്ടിക്കൊണ്ടിരിക്കും. ശരീരത്തിൽ വിറയൽ വരാം. ചിലർക്ക് അലർജി, വാദം എന്നിവ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അടുത്ത് അത്തം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 8 വയസ്സ് വരെയുള്ള അത്തം നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിലുള്ള ഒരു സർജറി വേണ്ടി വന്നേക്കാം. രോഗങ്ങൾ ശല്യപ്പെടുത്തുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് രക്തത്തിൽ ഈ സമയം ഒരു അണുബാധ വരാം. ന്യൂമോണിയ പോലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു അണുബാധ വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അച്ഛനും അമ്മയും കൂടി ഇതിൽ ചില അത്തം നക്ഷത്രക്കാരുടെ അച്ഛനും അമ്മയും കൂടി പിണങ്ങി അവർ വേർപിരിഞ്ഞ് വേറെ താമസിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും ഈ കുട്ടിക്ക് ഇതിൽ അതായത് വളരെ അപൂർവം ചില കുട്ടികൾക്ക് അച്ഛനും അമ്മയും നോക്കാനില്ലാത്ത ഒരവസ്ഥ വന്നാൽ സർക്കാരിൽ നിന്ന് ഈ കുട്ടിക്ക് സംരക്ഷണവും ആനുകൂല്യങ്ങളും കിട്ടുന്നൊരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. 8 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ദൈവികമായതും ധർമ്മപരമായ കാര്യങ്ങൾക്ക് അച്ഛനമ്മമാർ ഉണ്ടെങ്കിൽ അവർ മുടക്കം വരുത്തുന്നതിനാൽ ചില പ്രശ്നങ്ങൾ വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. എല്ലാവരുമായി കലഹം വരുന്നതിനൊരു സാധ്യതയുണ്ട്. അശ്രദ്ധ കാണിച്ചാൽ കൂട്ടുകെട്ടുകളും മോശമായി വേറെ എന്തെങ്കിലും രീതിയിൽ ദുർനടപടി ഉണ്ടെങ്കിൽ പോലീസ് കേസ്, കോടതി നടപടി വരേണ്ട ഒരു സാധ്യത ഉള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണെങ്കിൽ ജീവിതം നല്ല രീതിയിൽ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ വിദ്യാഭ്യാസം തടസ്സപ്പെടാനും സാധ്യത കാണുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ജീവിത ശൈലിയാണെങ്കിൽ അവർക്ക് നല്ല ഒരു തൊഴിൽ കിട്ടുന്നതിനും അവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ലൊരു തൊഴിൽ അവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും എല്ലാത്തിനും ഭാഗ്യമുള്ള ഒരു സമയവും കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ മേലധികാരികളെ ഒരിക്കലും വെറുപ്പിക്കരുത്. അവരെ വെറുപ്പ് ഈ സമയം നിങ്ങൾ ഒരിക്കലും
മേലധികാരികളോട് വെറുപ്പ് ഉണ്ടാകരുത്. കാരണം വെറുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിനെ ഒരുപാട് ബാധിക്കും. അതുകൊണ്ടാണ് അത് ഞാൻ എടുത്തു പറയുന്നത്. അതുപോലെ 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള അത്തം നക്ഷത്രക്കാർക്ക് ഇതുവരെ അനുഭവിച്ച കുറേ ചതിവ്, വഞ്ചന അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, മേലധികാരികളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് എല്ലാം മാറിക്കിട്ടുന്നു. അതിനെല്ലാം പരിഹാരമുണ്ടായിട്ട് അവർക്ക് ഈ കാലഘട്ടത്തെ വളരെയധികം ഐശ്വര്യങ്ങളും സർവ്വവിധ ധനസമ്പാദ്യങ്ങളും അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ പറ്റിയ ഒരു ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിനും അതിൽ പരം സന്താനമുണ്ടാകുന്നതിനൊക്കെ അവർക്ക് ഭാഗ്യം കിട്ടുന്നു. സ്വന്തമായിട്ട് വാഹനം വാങ്ങിക്കാം, അങ്ങനെയൊക്കെ പല ഭാഗ്യങ്ങളുണ്ട്. ചിലർക്കാണെങ്കിൽ കമ്പനിയുടെ ഔദ്യോഗിക വസതിയിൽ ബംഗ്ലാവിൽ താമസിക്കേണ്ട ഭാഗ്യം, അങ്ങനെ വളരെ ഉയർന്ന ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് ഒരു ബംഗ്ലാവിൽ താമസിക്കേണ്ട ഭാഗ്യവും അവരുടെ മറ്റുള്ള വാഹന സൗകര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കൂടി കാണുന്നുണ്ട്. ഇതിന് പുറമെ രാഷ്ട്രീയത്തിൽ അതായത് പൊതുപ്രവർത്തകർക്കാണെങ്കിൽ അവർക്ക് വളരെ ഉയർന്ന പദവികൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അവർക്കും ഔദ്യോഗിക മുദ്ര വച്ച, സർക്കാരിൻ്റെ ഔദ്യോഗിക ചിഹ്നം വച്ച വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനും സർക്കാരിൽ നിന്ന് ധാരാളം അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനും വളരെയധികം സാധ്യത കാണുന്നുണ്ട്. എങ്കിലും ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ ധനനാശം വന്നേക്കാം, ചില രോഗങ്ങൾ നിങ്ങൾക്ക് വരാം. ഒരു കാര്യം കൂടി, ഈ സമയം നിങ്ങൾ ഒരിക്കലും മദ്യത്തിന്, ലഹരി മരുന്നിന് അടിമയാകരുത്. ആയിക്കഴിഞ്ഞാൽ വളരെയധികം ദോഷങ്ങൾ വരുന്ന ഒരു സമയമാണ്. 42 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ഉള്ളവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ട ഒരു സമയമാണ്. പോലീസ് പരാതി, കോടതി നടപടികളൊക്കെ വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥ ഒരുപക്ഷെ വന്നേക്കാം. മിത്രങ്ങളും ഉറ്റ ബന്ധുക്കളും ശത്രുതയിലാകുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അത് ചിലർക്ക് വാതരോഗം വരാം, കൈകാലിലൊക്കെ ചില പ്രശ്നങ്ങൾ വരാം, നടക്കാൻ പറ്റാണ്ട ഒരു സാഹചര്യം വന്നേക്കാം. അതുപോലെ ദുർജനങ്ങളുടെ സഹവാസം മൂലം അവർ വയ്ക്കുന്ന ഓരോ കെണിക്കും നിങ്ങൾക്ക് നാശനഷ്ടങ്ങളും കഷ്ടങ്ങളും ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ തൊഴിലിൽ നിങ്ങൾക്ക് അധ്വാനം കൂടാം ഈ സമയം. പക്ഷേ ഇത് വളരെ ശ്രദ്ധിച്ച് ആ സമയം ചെയ്യേണ്ട പൂജകളും കാര്യങ്ങളും ഒക്കെ ശനീശ്വരനെ വളരെയധികം ആരാധിക്കേണ്ട ഒരു സമയമാണ്. 61 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ളവർക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു സമയമാണ്. ധനലാഭം വരാം, വാഹനമുണ്ടാകാം, മനസ്സമാധാനവും എല്ലാം അവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യവും തൃപ്തികരമായിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഈ സമയം അവർക്ക് വേണമെങ്കിൽ ഒരു സുഖ ചികിത്സ നടത്തേണ്ടതാകുന്നു. എങ്കിലും സംരംഭം നടത്തുന്ന ആൾക്കാരാണെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ കമ്പനി, ഫാക്ടറി, അങ്ങനെയൊക്കെ ഏതെങ്കിലും സംരംഭം നടത്തുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുന്നു. നല്ല ലാഭം നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്നു. അടുത്ത ചിത്തിര നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 20 വയസ്സ് വരെയുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണമുള്ള ഒരു സമയമാണ്. അവർക്ക് എല്ലാത്തിനും വളരെ ഗുണമെന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ അവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗുണം കിട്ടുന്നു. ബാല്യകാലത്തൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം, ചില ഒരു ഭയം വരാം, രക്ഷകർത്താക്കളായിട്ട് അന്യനാട്ടിലേക്ക് താമസത്തിന് പോകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇവർക്ക് നല്ല രീതിയിൽ ഒരു വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നതിനുള്ളൊരു ഭാഗ്യം ഈ സമയത്തുണ്ട്. അവർക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം ലഭിക്കാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ചില അലർജി മൂലമുള്ള പ്രശ്നങ്ങളും അതിൽ വ്രണം പോലെയുള്ള പ്രശ്നങ്ങളും ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാം, ഫുഡ് പോയ്സൺ വരാം. ഇതൊക്കെ ഉണ്ടാകാമെങ്കിൽ തന്നെയും വിദ്യാഭ്യാസത്തിന് യാതൊരു തടസ്സവുമില്ലാണ്ട് അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും അവർക്ക് ഉണ്ടാകുന്നില്ല. 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസം, ഇതിൽ ചില ആൾക്കാർക്ക് പ്രതീക്ഷിച്ചതിനും കൂടുതൽ ഉന്നതമായ വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അവർക്ക് അതുപോലെ തന്നെ വളരെ മികച്ച രീതിയിലുള്ള ജോലി ലഭ്യമാകാം. അതുമൂലം തന്നെ വളരെയധികം സമ്പത്ത് അവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അന്തസ്സുള്ള ഒരു ജീവിത ശൈലി അവർക്ക് ലഭ്യമാകാം. അതുപോലെ വിവാഹം കഴിക്കുന്നതിനും സന്താനഭാഗ്യം ഉണ്ടാകാം, നല്ല മിത്രങ്ങളെ അവർക്ക് ലഭിക്കാം. ഇതിന് ഉപരിയായിട്ട് തന്നെ ഇതെല്ലാം ലഭിക്കുമെങ്കിൽ തന്നെയും ശത്രുക്കളെയും അസൂയ നിറഞ്ഞ ആൾക്കാരെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരെയും ഈ സമയം കൂടുതൽ വിശ്വസിച്ച് നിങ്ങളുടെ ജോലികൾ അവരെ ഏൽപ്പിക്കരുത്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയവും കൂടിയാണിത്. 36 വയസ്സ് മുതൽ 55 വയസ്സ് വരെ ഉള്ളവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരാം. നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് ചില പഴി കേൾക്കേണ്ടതായിട്ട് വരാം. അതുമൂലം ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകാം.
അത് ചില ജോലിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിരിക്കാം. പക്ഷെ ആ സമയം ഈ നിങ്ങളുടെ ദമ്പതിമാർ തമ്മിൽ വഴക്കിട്ട് പിരിയുന്നതിന്, കുറച്ചൊരു സെപ്പറേഷൻ, കുറച്ച് മാറി നിൽക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില ബന്ധുമിത്രാദികൾ നിങ്ങളെ വിട്ടു പോകുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ചിലർ സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നതിനും സാധ്യതയുണ്ട്. ചിലപ്പോൾ അവിടെ പോകുന്നതുകൊണ്ടായിരിക്കാം സെപ്പറേഷൻ വരുന്നത്. ധനസമ്പാദനത്തിന് കുറച്ചൊരു മാന്യം വരേണ്ട ഒരു സമയമാണ്. ആയതിനാൽ ഈ സമയം സാമ്പത്തിക അച്ചടക്കം വളരെ പാലിക്കേണ്ട ഒരു സമയമാണ്. പെട്ടെന്ന് വസ്തു വാങ്ങാനോ അല്ലെങ്കിൽ വലിയ വീടുകൾ പണിയാനോ ഒന്നും ഒരു അഡ്വാൻസ് കൊടുക്കുന്നത് വളരെ ആലോചിച്ച് വേണം. നല്ലൊരു ജ്യോതിഷനെ കണ്ടിട്ട് ഈ സമയത്തെ ഗ്രഹനിലകൾ ശരിയാണോ എന്ന് അദ്ദേഹത്തിനോട് പരിശോധിച്ചതിന് ശേഷം വേണം വലിയ വലിയ ഇടപാടുകളൊക്കെ നടത്താൻ, അഡ്വാൻസ് കൊടുക്കാനായിട്ട്. 55 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കുറച്ച് അവർക്ക് മാനസിക പിരിമുറുക്കം, അതായത് പല രീതിയിലുള്ള കഷ്ടങ്ങളുണ്ടായിരുന്നു. നല്ലൊരു സമയമാണെങ്കിലും വളരെ കഷ്ടങ്ങളുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഈ സമയം അവർക്ക് വളരെയധികം മനസ്സിന് ശാന്തി കിട്ടുന്ന ഒരു സമയമാണ്. ദുഃഖങ്ങൾക്കെല്ലാം അറുതി വരുന്നു. ഡിപ്രഷൻ മുതലായ മനോരോഗങ്ങൾ മാറിക്കിട്ടുന്നു. ചെറിയ രീതിയിലുള്ള രോഗങ്ങൾ വരും എന്നതൊഴിച്ചാൽ വേറെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ, മനസ്സിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇതിൽ ചില ആൾക്കാർ കലാസാഹിത്യ രംഗങ്ങളിൽ അവരുടെ കഴിവുകൾ തെളിയിക്കാനും സാധിക്കും. ചിലർ കൃതികൾ എഴുതുന്നു, ചിലർ മറ്റുള്ള രീതിയിൽ ഉള്ള രചനകൾ നടത്തുന്നു. അതെല്ലാം ഇവർക്ക് വളരെ ഗുണങ്ങൾ കിട്ടുന്നൊരു സമയമാണ്. അവർക്ക് ഒരു അവാർഡ് കിട്ടുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ധനവരവ് കുറച്ച് കുറയുന്നതിനൊരു സാധ്യതയുണ്ട്. നിക്ഷേപങ്ങളിലെ ധനം ആവശ്യത്തിന് നമുക്ക് തികയാണ്ട ഒരു സാഹചര്യം വന്നേക്കാം. ആയതിനാൽ നേരത്തെ തന്നെ അത് ചെയ്തതുപോലെ ഒരു സാമ്പത്തിക അച്ചടക്കം ഈ സമയം പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ സ്വന്തം സമ്പാദ്യത്തിന് പുറമെ ഈ സമയം ചിലർക്ക് സർക്കാരിൽ നിന്ന് ഒരു തുക കിട്ടുന്നതിനുള്ളൊരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. നല്ല രീതിയിൽ ഒരു സമ്പത്ത് നിങ്ങൾക്ക് കിട്ടുന്നതിനും ഒരു ഭാഗ്യവും കൂടി കാണുന്നുണ്ട്. മറുവശത്ത് കുറയുമെങ്കിൽ തന്നെയും, നിങ്ങളുടെ സമ്പാദ്യങ്ങൾ കുറയുമെങ്കിലും മറുവശത്ത് നിന്ന് സർക്കാരിൽ നിന്നൊരു ആനുകൂല്യം ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതുപോലെ ചതി വഞ്ചന നിങ്ങൾക്ക് നേരെ ഉണ്ടാകാം. അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അന്യദേശത്തേക്ക് പോയി സ്ഥിരം താമസമാകാനും ഒരു ഭാഗ്യം ഈ സമയം നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.